പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കിനകത്തിലെ അവസാനത്തെ 4 മോഡലാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ മോഡലിലൂടെ കഴിയുമ്പോൾ ഏകദേശം 21ഓളം മോഡൽ നമ്മൾ പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ RRBയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും നേരിട്ടിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരുപാട് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് കൂടി പഠിച്ചു വെക്കുക. നോക്കാം. ആദ്യത്തെ മോഡൽ 18ാമത്തെ മോഡൽ നോക്കാം. ഒരാളുടെ വരുമാനം 10% വർദ്ധിപ്പിച്ചു. സ്ഥാപനത്തിന് മാന്ദ്യം വന്നപ്പോൾ 10% കുറച്ചു എങ്കിൽ അയാളുടെ വരുമാനത്തിൽ എത്ര ശതമാനത്തിൻ്റെ കുറവുണ്ടാകും? ഓക്കെ, ഒരാളുടെ വരുമാനം ആദ്യം 10% വർദ്ധിപ്പിച്ചു. ആദ്യം എന്ത് ചെയ്തു? 10% വർദ്ധിപ്പിച്ചു. അതിനുശേഷം സ്ഥാപനത്തിന് നഷ്ടമുണ്ടായപ്പോൾ എന്ത് ചെയ്തു? 10% കുറച്ചു. അപ്പോൾ ആദ്യം അയാളുടെ ശമ്പളം 10% വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ച ശമ്പളമാണ് എന്ത് ചെയ്യുന്നത്? ആ ശമ്പളത്തിൻ്റെ 10% വീണ്ടും കുറച്ചു എങ്കിൽ അയാളുടെ വരുമാനത്തിൽ എത്ര ശതമാനത്തിൻ്റെ കുറവുണ്ടാകും? പഠിച്ചു വെച്ചേക്കുക. ഇവിടെ നോക്കിയേ, 10% വർദ്ധിപ്പിച്ചു ആദ്യം, പിന്നീട് 10% കുറച്ചു, അല്ലേ? അപ്പം വർദ്ധിപ്പിച്ച ഇവിടെ കൂട്ടിയ ശമ്പളവും അതിനുശേഷം മാന്ദ്യമുണ്ടായപ്പോൾ കുറച്ച ശമ്പളവും എത്ര ശതമാനം തന്നെയാണ്? 10% തന്നെയാണ്. ആദ്യം 10% കൂട്ടി, പിന്നീട് 10% കുറച്ചു. കണ്ടോ, രണ്ടിടത്തും 10%. ഒരേ നിരക്കിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ശമ്പളം ആദ്യം വർദ്ധിപ്പിക്കുകയും പിന്നീട് ശമ്പളം കുറയ്ക്കുകയും ചെയ്തത്. എങ്കിൽ എപ്പോഴും ആ ശമ്പളത്തിന് കുറവായിരിക്കും ഉണ്ടാകുക. നമ്മൾ കണ്ടുപിടിക്കുന്ന ശമ്പളത്തിൽ കുറവായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് കണ്ടോ, കുറവാകും ഉണ്ടായിരിക്കുക. അതിപ്പോഴും പഠിച്ചു വെച്ചേക്കണം. ഒരേ സംഖ്യ തന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സംഖ്യയിൽ നമുക്ക് എന്തുണ്ടാകും? കുറവുണ്ടാകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പഠിച്ചിരിക്കണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമ്മുടെ ഓപ്ഷനകത്ത് ഇങ്ങനെ കൂടി ചേർത്തിരിക്കും. എന്തായിരിക്കും? ഇത്ര ശതമാനം കുറവ്, ഇത്ര ശതമാനം കൂടുതൽ, ഇത്ര ശതമാനം കുറവ്, ഇത്ര ശതമാനം കൂടുതൽ. അത് ഉൾപ്പെടുത്തിയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കണം. എന്താ ചെയ്യേണ്ടത്? ഒരേ സംഖ്യ തന്നെ വർദ്ധിപ്പിക്കുകയും ഒരേ സംഖ്യ തന്നെ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും കുറവായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ ഒന്ന് ചെയ്തു നോക്കാം. ഉദാഹരണം പറയുകയാണ്. നമുക്ക് അയാളുടെ വരുമാനം 10% വർദ്ധിപ്പിച്ചു, അല്ലേ? നമുക്ക് അയാളുടെ വരുമാനം അറിയില്ല. നമുക്ക് അയാളുടെ വരുമാനം 100 എന്ന് എടുക്കാം. അപ്പോൾ ആദ്യം അയാളുടെ ശമ്പളം 100 രൂപയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് 10% വർദ്ധിപ്പിച്ചത്. 100ൻ്റെ 10%. 100ൻ്റെ 10% എന്ന് വെച്ചാൽ എത്രയാ? 100 × 10%, അല്ലേ? 10% എന്ന് വെച്ചാൽ 10/100 കൊണ്ട് ഗുണിക്കണം. ഒരു സംഖ്യയുടെ ശതമാനം കാണാൻ എന്ത് ചെയ്യണം? ആ സംഖ്യയെ ആ ശതമാന നിരക്ക് /100 കൊണ്ട് ഗുണിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ 100ഉം 100ഉം കൂടെ ക്യാൻസൽ ആയിപ്പോയി. ആൻസർ 10 എന്ന് കിട്ടും. 100ൻ്റെ 10% എന്ന് വെച്ചാൽ 10, അല്ലേ? അപ്പോൾ ആദ്യമേ അയാളുടെ ശമ്പളത്തിൻ്റെ 10% വർദ്ധിപ്പിച്ചു എന്ന് വെച്ചാൽ 100ൻ്റെ 10% കൂട്ടി. വർദ്ധിപ്പിച്ചു എന്ന് വെച്ചാൽ കൂട്ടി, അല്ലേ? അന്നേരം അയാളുടെ ശമ്പളം എത്രയായി? 110 ആയി. മനസ്സിലായ പറഞ്ഞേ? ആദ്യം അയാളുടെ ശമ്പളം 100 രൂപയായിരുന്നു. അപ്പോഴാണ് 10% വർദ്ധിപ്പിച്ചത്. 100ൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 × 10/100 ഈക്വൽ ടു നമുക്ക് എത്ര എന്ന് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പോൾ ആ 10 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഈ വർദ്ധിപ്പിച്ചതിന് ശേഷം അയാളുടെ ശമ്പളം എന്തായി? അന്നേരം 110 രൂപയായി. അന്നേരമാണ് കമ്പനിക്ക് എന്തുണ്ടാകുന്നത്? സ്ഥാപനത്തിന് മാന്ദ്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുന്നത്. അന്നേരം ഇയാളുടെ ശമ്പളം 110ൽ നിന്ന് ആ ശമ്പളം ഉണ്ടല്ലോ, അന്നേരമാണ് 10% കുറയുന്നത്. മനസ്സിലായോ? ആ കമ്പനിക്ക് നഷ്ടമുണ്ടാകുമ്പോൾ അയാളുടെ ശമ്പളം 110 ആയിരുന്നു, അല്ലേ? 10% വർദ്ധിപ്പിച്ചായിരുന്നല്ലോ. അപ്പോൾ 110ലാണ് ഇപ്പോൾ അയാളുടെ ശമ്പളം നിൽക്കുന്നത്. അന്നേരമാണ് കമ്പനിക്ക് നഷ്ടമുണ്ടാകുന്നത്. ഈ 110ൻ്റെ 10%മാണ് എന്ത് ചെയ്യുന്നത്? കമ്പനി കുറയ്ക്കുന്നത്, അല്ലേ? അപ്പോൾ 110ൻ്റെ 10% എങ്ങനെ കണ്ടുപിടിക്കാം? 110 × 10/100, അല്ലേ? ഇത് നോക്കിയേ, 0ഉം 0ഉം ക്യാൻസൽ ചെയ്തു. ഈ 0ഉം 10ൻ്റെ 0ഉം ക്യാൻസൽ ചെയ്തു. ആൻസർ നമുക്ക് എത്ര എന്ന് കിട്ടി? 11 കിട്ടി. അപ്പോൾ 110ൻ്റെ 10% എന്ന് പറയുന്നത് 11 അല്ലേ? ഈ 11 നമുക്ക് എന്ത് ചെയ്തത്? കുറച്ചത്, അല്ലേ? 11 ആണ് കുറച്ചത്. എന്ന് വെച്ചാൽ 110ൻ്റെ 10% കുറച്ചത്. അപ്പം കുറച്ച് കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? ഇതേ നോക്കിയേ, കുറച്ച് കഴിയുമ്പോൾ
കിട്ടി 99 കിട്ടി അല്ലേ. ഇപ്പം അയാളുടെ ശമ്പളം എത്രയാ? 99. അപ്പോൾ ആദ്യം അയാൾക്ക് 100 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. അന്നേരമാണ് 10% വർദ്ധിപ്പിച്ചത്. 100ൻ്റെ 10% എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പം 100ൻ്റെ കൂടെ 10 രൂപ കൂടി അയാൾക്ക് എന്ത് ചെയ്തു? ശമ്പളം വർദ്ധിപ്പിച്ചു. അങ്ങനെ 110 രൂപയായിരുന്നപ്പോഴാണ് കമ്പനിക്ക് നഷ്ടമുണ്ടാകുന്നത്. ആ 110ൻ്റെ 10% അന്നേരം കുറയ്ക്കുന്നത് അല്ലേ. അപ്പോൾ 110ൽ നിന്നും ആ 10% കുറയ്ക്കണം. 110ൻ്റെ 10% എന്ന് പറയുന്നത് 11 രൂപയാണ്. അപ്പോൾ 110 - 11 നമുക്ക് 99 കിട്ടും. ഇപ്പം അയാളുടെ ശമ്പളം 99 രൂപയാണ് അല്ലേ. അപ്പോൾ നോക്കിയേ, ആദ്യം അയാൾക്ക് 100 രൂപയായിരുന്നു ശമ്പളം, ഇപ്പം അത് 99 രൂപയായി അല്ലേ. അപ്പോൾ എത്ര രൂപയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കുറഞ്ഞേക്കുന്നത്? ആദ്യമുണ്ടായിരുന്ന ശമ്പളത്തിൽ നിന്ന്, വർദ്ധിപ്പിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ശമ്പളത്തിൽ നിന്നും 1 രൂപ കുറവാണ് ഇപ്പോൾ അയാൾക്ക് കിട്ടുന്ന ശമ്പളം അല്ലേ. 1 രൂപ കുറവാണ്. അതെപ്പോഴും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എപ്പോഴും കുറവായിരിക്കും സംഭവിക്കുന്നത്. ഒരേ സംഖ്യ വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് കുറവായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, അയാൾക്ക് 1 രൂപയുടെ കുറവായിരിക്കും ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ നമ്മളിവിടെ 100 രൂപ എന്നെടുത്തതിന് പകരം എന്ത് ചെയ്യുക? 100% അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1% എന്തുണ്ടായിരിക്കുക? കുറവുണ്ടായിരിക്കും. 1% കുറവുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എളുപ്പം ചെയ്യുന്ന രീതി മനസ്സിലായോ? ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ശേഷം നോക്കാം. ഒരു സംഖ്യ x% കൂട്ടുകയും പിന്നീട് x% കുറയ്ക്കുകയും ചെയ്താൽ ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞ് മനസ്സിലായോ? ഒരു സംഖ്യ x% കൂട്ടുകയും അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുകയും പിന്നീട് x% കുറയ്ക്കുകയും ചെയ്താൽ ആ സംഖ്യയിൽ x²/100ൻ്റെ കുറവുണ്ടാകും. x²/100ൻ്റെ കുറവുണ്ടായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? ഒരു സംഖ്യ x% കൂട്ടുകയും, ഇവിടെ നോക്കിയേ x%, ഇവിടെ 10% കൂട്ടുകയും അതേപോലെ തന്നെ 10% കുറയ്ക്കുകയും ചെയ്താൽ, അതേപോലെ x% കുറയ്ക്കുകയും ചെയ്താൽ അവിടെ x²/100ൻ്റെ കുറവുണ്ടാകും. അത് പഠിച്ചു വെച്ചേക്കുക. കുറവുണ്ടാവും. x²/100ൻ്റെ എന്തുണ്ടാവും? കുറവുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ചെയ്തു നോക്കാം. ദേ നോക്കിക്കോ, 10% വർദ്ധിപ്പിച്ചു. അപ്പോൾ എക്സിൻ്റെ അവിടെ 10% അല്ലേ. അപ്പം 10% വർദ്ധിപ്പിക്കുകയും പിന്നീട് 10% കുറയ്ക്കുകയും ചെയ്താൽ അവിടെ സംഖ്യയിൽ x²/100ൻ്റെ മാറ്റമുണ്ടാകും. x²/100ൻ്റെ മാറ്റമുണ്ടാകും, കുറവുണ്ടാകും. ഇവിടെ എക്സ് എന്ന് പറയുന്ന 10 അങ്ങനെയാണെങ്കിൽ 10ൻ്റെ സ്ക്വയർ/100. 10ൻ്റെ സ്ക്വയർ എത്ര? 100 അല്ലേ. 100/100 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. 1%ൻ്റെ കുറവുണ്ടാകും. 1%ൻ്റെ കുറവുണ്ടാകും. ആ ആൻസറല്ലേ നമുക്കും കിട്ടിയത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. നോക്കിയേ, ഒരു സംഖ്യ 20% ആദ്യം വർദ്ധിപ്പിച്ചു. അതിനുശേഷം അതിൻ്റെ 20% കുറയ്ക്കുന്നു എങ്കിൽ സംഖ്യയിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ടാകും? അപ്പോൾ രണ്ട് രീതിയിലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യം ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തു നോക്കാം. ഒരു സംഖ്യ x% വർദ്ധിപ്പിക്കുകയും അതിനുശേഷം x% കുറയ്ക്കുകയും ചെയ്താൽ സംഖ്യയിൽ എന്തിൻ്റെ മാറ്റമുണ്ടാവും? x²/100ൻ്റെ മാറ്റമുണ്ടാവും. x²/100ൻ്റെ കുറവുണ്ടാവും. ഇവിടെ x എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 20%. അങ്ങനെയാണെങ്കിൽ 20ൻ്റെ സ്ക്വയർ /100 ഈക്വൽ ടു 20ൻ്റെ സ്ക്വയറിന് നമുക്ക് 20 × 20 എന്ന് എഴുതാമല്ലോ. /100 ക്യാൻസൽ ചെയ്തു. 0 യും 0 യും ക്യാൻസൽ ചെയ്തു അല്ലേ. ബാക്കി 2 × 2 4 എന്ന് കിട്ടും. അപ്പം 4% കുറവായിരിക്കും ഉണ്ടാകുന്നത്. 4% കുറവുണ്ടാകും. ഓക്കെ, ഇനി മറ്റൊരു രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാം? 100 രൂപ എന്നെടുക്കുക. സംഖ്യയെ എന്തെന്നെടുക്കുക? 100 രൂപ എന്ന് എടുക്കുക. ഇനി എന്താ പറഞ്ഞാൽ? ആദ്യം ഈ 100 രൂപയുടെ 20% വർദ്ധിപ്പിച്ചു അല്ലേ. അപ്പോൾ 100 രൂപയുടെ 20% കാണാൻ എന്ത് ചെയ്യണം? 100 × 20/100 അല്ലേ. 100ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്ത് ആൻസർ 20 എന്ന് കിട്ടി. അപ്പോൾ ആദ്യം 20 രൂപ വർദ്ധിപ്പിച്ചു. 20 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ എത്ര രൂപയായി? 120 രൂപയായി. പിന്നീട് എന്താ പറഞ്ഞത്? ഈ 120 രൂപയുടെ 20% കുറച്ചു. 120ൻ്റെ 20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 120 × 20/100 എത്ര കിട്ടും? 24 എന്ന് കിട്ടും അല്ലേ. 24. നോക്കിയേ, 120ൽ നിന്ന് 24 പോയാൽ എത്ര കിട്ടും?
96 കിട്ടും അല്ലേ, 96. ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യയാണ് 96. ആദ്യം ഉണ്ടായിരുന്ന സംഖ്യ എത്രയാണ്, 100. അപ്പം 100-ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, 96 മൈനസ് ചെയ്യണം. 96 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 4% എന്ന് കിട്ടും. 4%-ൻ്റെ കുറവ്, 4%-ൻ്റെ കുറവ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് നോക്കിയേ, ഒരു ബസ് ടിക്കറ്റ് 30% വർദ്ധിച്ചപ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ 30%-ൻ്റെ കുറവുണ്ടായെങ്കിൽ വരുമാനത്തിൽ എത്ര ശതമാനത്തിൻ്റെ കുറവുണ്ടാവും? ഇവിടെ നോക്കിയേ, 30% ആദ്യം വർദ്ധിച്ചു, അന്നേരം യാത്രക്കാരുടെ എണ്ണം 30% കുറഞ്ഞു അല്ലേ. എക്സ് ശതമാനം വർദ്ധിച്ചപ്പോൾ X% കുറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും, x²/100-ൻ്റെ മാറ്റമുണ്ടാകും, കുറവുണ്ടാകും. x²/100-ൻ്റെ കുറവ്. x² എന്ന് വെച്ചാൽ എത്രയായിരിക്കും, 30-ൻ്റെ സ്ക്വയർ അല്ലേ. 30-ൻ്റെ സ്ക്വയർ/100 ഈക്വൽ ടു 30 × 30 ഡിവൈഡ് ബൈ 100. 0 ക്യാൻസൽ ചെയ്ത് ഇവിടെ എത്രൻ്റെ കുറവുണ്ടാവും, 9%-ൻ്റെ കുറവുണ്ടാവും. 9%-ൻ്റെ കുറവുണ്ടാകും. ഓപ്ഷൻ സി. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച പോലെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. 100% അല്ലെങ്കിൽ 100 രൂപയായിരുന്നു ബസ് ടിക്കറ്റ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ 30% വർദ്ധിപ്പിച്ചു. 30% വർദ്ധിപ്പിക്കുക, 30 രൂപ കൂട്ടി, അപ്പോൾ 130 രൂപയായി. പിന്നീട് എന്ത് ചെയ്തു, ഈ 130-ൻ്റെ 30% എന്ത് ചെയ്തു, കുറച്ചു. 130-ൻ്റെ 30% കുറച്ചു. അന്നേരം എത്ര കിട്ടി, 39 രൂപ അല്ലേ. ഈ 39 രൂപ എന്ത് ചെയ്തു, കുറച്ചു. അപ്പോൾ 39 രൂപ കുറയ്ക്കുമ്പോൾ ആൻസർ 91 കിട്ടി അല്ലേ. അപ്പം 100 മൈനസ് 91, ആൻസർ എത്ര കിട്ടി നമുക്ക്, 9%-ൻ്റെ കുറവെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ ഒരു സംഖ്യയുടെ X% വർദ്ധിപ്പിക്കുകയും ആ X% തന്നെ കുറയ്ക്കുകയും ചെയ്താൽ സംഖ്യയിൽ x²/100-ൻ്റെ കുറവുണ്ടായിരിക്കും. അതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത മോഡൽ നോക്കാം. നോക്കിയേ, ഒരു സംഖ്യ 20% വർദ്ധിപ്പിച്ച ശേഷം 10% കുറച്ചു. കണ്ടോ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരേ ശതമാനം തന്നെ കൂട്ടുകയും ഒരേ ശതമാനം കുറയ്ക്കുകയുമാണ് ചെയ്തത്. ഇവിടെ രണ്ട് നിരക്കുകളും വ്യത്യസ്തമാണ് അല്ലേ, ഒന്ന് 20-ഉം ഒന്ന് 10-ഉമാണ്. അപ്പോൾ ഒരു സംഖ്യയുടെ 20% വർദ്ധിപ്പിച്ച ശേഷം 10% കുറച്ചു എങ്കിൽ സംഖ്യയിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ടാകും നോക്കാം. ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഒരു സംഖ്യ A% കൂട്ടുകയും A% വർദ്ധിപ്പിക്കുകയും പിന്നീട് B% കുറയ്ക്കുകയും ചെയ്താൽ, ആദ്യം A% വർദ്ധിപ്പിക്കുകയും പിന്നീട് B% കുറയ്ക്കുകയും ചെയ്താൽ ആദ്യ സംഖ്യയിൽ A - B - AB/100% മാറ്റമുണ്ടാവും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, ആദ്യം A% വർദ്ധിപ്പിച്ചു, പിന്നീട് B% കുറച്ചു. കണ്ടോ, അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ A - B - AB/100% മാറ്റമുണ്ടായിരിക്കും. A - B - AB/100% മാറ്റമുണ്ടായിരിക്കും. ഓക്കെ ആണോ? ഇക്വേഷൻ മനസ്സിലായല്ലോ. ഇക്വേഷനകത്തിലോട്ട് വാല്യൂ ഇട്ട് നോക്കാം. ഇവിടെ നോക്കിയേ, എക്ക് പകരം ഇവിടെ A 20%, ബിക്ക് പകരം 10% അല്ലേ. അപ്പം എക്ക് പകരം 20%, അപ്പോൾ 20 മൈനസ് ബിക്ക് പകരം 10, 10 മൈനസ് എ ബി എന്ന് വെച്ചാൽ 20 × 10, 20 × 10/100. ഓക്കെ, 20 മൈനസ് 10 മൈനസ് 20 × 100, അല്ലെങ്കിൽ നമുക്കത് ഇവിടെ 0 ക്യാൻസൽ ചെയ്യും, ഇവിടെയും 0 ക്യാൻസൽ ചെയ്യും, -2 എന്ന് കിട്ടും. 20 മൈനസ് 10, ആൻസർ നമുക്ക് 10 എന്ന് കിട്ടും. 10 മൈനസ് 2 8 എന്ന് കിട്ടും. ആൻസർ 8. 8% മാറ്റമായിരിക്കും ഉണ്ടായിരിക്കുക, 8% മാറ്റം. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയുടെ A% ആദ്യം വർദ്ധിപ്പിച്ചു, അതിനുശേഷം B% കുറച്ചു. അങ്ങനെയാണെങ്കിൽ സംഖ്യയിൽ A - B - AB/100-ൻ്റെ മാറ്റമുണ്ടാകും. ഓക്കെ ആണോ? ഇനി നമുക്ക് മറ്റൊരു രീതി ചെയ്തു നോക്കാം. നമുക്ക് ആ സംഖ്യയെ 100 എന്നെടുക്കാം. ഓക്കെ, ആദ്യം 20% വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ 100-ൻ്റെ 20% ആദ്യം എന്ത് ചെയ്തു, വർദ്ധിപ്പിച്ചു. അപ്പോൾ 100-ൻ്റെ 20% കണ്ടുപിടിക്കുക. 100-ൻ്റെ 20% എന്ന് വെച്ചാൽ 20 അപ്പോൾ 20 ആദ്യം വർദ്ധിപ്പിച്ചു. അപ്പോൾ എത്രയായി, നമുക്ക് 120 എന്നായി അല്ലേ. പിന്നീട് എന്താ പറഞ്ഞേക്കുന്നത്, ഈ 120-ൻ്റെ 10%
കുറച്ചു. 120ൻ്റെ 10% എന്ന് പറയുന്ന 120 ഇൻറ്റു 10/100 ചെയ്ത് നോക്കിയേ 12 എന്ന് കിട്ടും അല്ലേ. അപ്പം 12 നമ്മൾ കുറച്ചു. ആദ്യം 20% വർദ്ധിപ്പിച്ചു, അതിനുശേഷം അതിൽ നിന്നും 10% കുറച്ചു കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 108 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 100 ഇപ്പോൾ 108 അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് ഇവിടെ ഉണ്ടായത്? 108 - 100 8% മാറ്റമാണ് ഉണ്ടായത്. 8% മാറ്റമാണ് ഉണ്ടായത്. കണ്ടോ, ആദ്യം 100 ഇപ്പോൾ അത് 108 അപ്പം 8% കൂടി അല്ലേ. ആദ്യം 100 ഇപ്പം 108 അപ്പോൾ 8% എന്ത് ചെയ്തു? കൂടി. മനസ്സിലായോ? അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യുന്നത് ഇങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? രാമൻ്റെ വരുമാനം ആദ്യം 30% വർദ്ധിച്ചു, അതിനുശേഷം 10% കുറയ്ക്കുന്നു എങ്കിൽ രാമൻ്റെ വരുമാനത്തിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ടാകും? എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ഒരു സംഖ്യയുടെ A% വർദ്ധിക്കുകയും അതിനുശേഷം B% കുറയുകയും ചെയ്താൽ സംഖ്യയിൽ A - B - AB/100ൻ്റെ മാറ്റമുണ്ടാകും. ഓക്കെ ആണോ? ഇവിടെ A എന്ന് പറയുന്നത് 30 B എന്ന് പറയുന്നത് 10 അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? വാല്യൂ ഒന്ന് ഇട്ട് നോക്കിയ ക്വസ്റ്റ്യനിലേക്ക്. 30 - 10 - 3 30 - 10 20 20 - 3 17 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 17% മാറ്റമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇനി അല്ല ഒന്ന് ചെയ്ത് നോക്കിയേ. രാമൻ്റെ വരുമാനം നമുക്ക് 100 എന്നെടുക്കാം. അപ്പം 100ൻ്റെ 30% ആദ്യം വർദ്ധിപ്പിച്ചു. 100ൻ്റെ 30 എന്ന് പറയുന്നാൽ 100 ഇൻറ്റു 30/100 അല്ലേ. എത്ര കിട്ടും? 30 എന്ന് കിട്ടും. 30 ആദ്യം വർദ്ധിപ്പിച്ചത്. അന്നേരം രാമൻ്റെ വരുമാനം 130 മാറി. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? 10% കുറച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? 10% കുറച്ചു. 130ൻ്റെ 10%, 130ൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? ദേ നോക്കിയേ 13 എന്ന് കിട്ടും അല്ലേ. ആ 13 കുറച്ചു. 13 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 117 എന്ന് കിട്ടി. 117 എന്ന് കിട്ടി. അപ്പോൾ എത്രയാണ് കൂടിയത്? നോക്കിയേ, 100ൽ നിന്നും 117ലേക്ക് എത്തി. അതിനർത്ഥം എത്ര കൂടി അവിടെ? 117 - 100 = 17%. 17% എന്ത് ചെയ്തു? കൂടി. ഓക്കെ ആണോ? അടുത്ത നോക്കാം. നോക്കിയേ, ഒരു അലമാരയുടെ വില 50% വർദ്ധിപ്പിച്ച ശേഷം 20% കുറയ്ക്കുമെങ്കിൽ അലമാരയുടെ വില എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും? നോക്കാം. ആദ്യം എന്ത് ചെയ്തു? ഒരു അലമാരയുടെ വില അല്ലെങ്കിൽ നമ്മുടെ ആദ്യ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഒരു സംഖ്യയുടെ വില A% വർദ്ധിപ്പിച്ച ശേഷം B% കുറയ്ക്കുകയാണെങ്കിൽ സംഖ്യയിൽ എന്ത് ചെയ്യും? A - B - AB/100ൻ്റെ മാറ്റമുണ്ടാകും അല്ലേ. ഇവിടെ A എന്ന് പറയുന്നത് 50, B എന്ന് പറയുന്നത് 20. ആ വാല്യൂ ഇട്ട് നോക്കിയേ. 50 ഇൻറ്റു 20/100. ഈ 0 എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ എത്ര കിട്ടും? 50 - 20 - 5 ഇൻറ്റു 2 10. ഓക്കെ, 50 - 20 30, 30 - 10 20 എന്ന് കിട്ടും. അപ്പോൾ 20% മാറ്റമുണ്ടാവും. 20% മാറ്റമുണ്ടാവും. ഇനി സാധാരണ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. അലമാരയുടെ വില നമുക്ക് 100 എന്നെടുക്കാം. അപ്പോൾ ആദ്യമേ അലമാരയുടെ വില 50% വർദ്ധിപ്പിച്ചു. 100ൻ്റെ 50% എന്ന് പറയുന്നത് എത്രയായിരിക്കും? നോക്കിയേ, 100ൻ്റെ 50% 50 ആയിരിക്കും അല്ലേ. 100ൻ്റെ 50% എന്ന് വെച്ചാൽ 50. അപ്പോൾ 50 രൂപ ആദ്യം കൂട്ടി. അപ്പോൾ വില എത്രയായി? 150 അതിനുശേഷം 20% കുറച്ചു. 150ൻ്റെ 20% കുറച്ചു. അപ്പോൾ 150ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 150 ഇൻറ്റു 20/100 എത്ര കിട്ടും? 30 എന്ന് കിട്ടും. അപ്പോൾ 30 രൂപയാണ് കുറച്ചത്. 30 രൂപ കുറച്ച് കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി നമുക്ക്? 120 എന്ന് കിട്ടി അല്ലേ. ഇപ്പോൾ അലമാരയുടെ വില 120. ആദ്യം 100 രൂപയായിരുന്നു, ഇപ്പോൾ അത് 120 എന്ന് വെച്ചാൽ 20% എന്ത് ചെയ്തു? വർധനവുണ്ടായി. 20% വർധനവുണ്ടായി. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ ആദ്യത്തെ മോഡലിൽ നമ്മൾ ഒരു സംഖ്യയുടെ X% വർദ്ധിപ്പിക്കുകയും ആ X% കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ സംഖ്യയിൽ x²/100ൻ്റെ മാറ്റമുണ്ടാകും. രണ്ടാമത്തെ മോഡൽ ഒരു സംഖ്യയിൽ A% വർദ്ധിക്കുകയും പിന്നീട് B% കുറയുകയും ചെയ്താൽ സംഖ്യയിൽ A - B - AB/100ൻ്റെ മാറ്റമുണ്ടാകും എന്ന് പഠിച്ചു.
ഓക്കെ ആണോ? അടുത്ത മോഡൽ നോക്കാം. ദേ മോഡൽ 20. ഒരു ടി വിയുടെ വില 20% വർദ്ധിച്ചു. ആദ്യം എന്ത് ചെയ്തു? 20% വർദ്ധിച്ചു. അതിനുശേഷം ഡിമാൻഡ് കൂട്ടിയപ്പോൾ വീണ്ടും 10% വർദ്ധിച്ചു. വീണ്ടും 10% വർദ്ധിപ്പിച്ചു. എങ്കിൽ ടി വിയുടെ വിലയിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ടാകും? ഓക്കെ. അപ്പോൾ ആദ്യത്തെ മോഡലിൽ നമ്മൾ പഠിച്ചത് X% വർദ്ധിപ്പിച്ചു, പിന്നീട് X% കുറച്ചു. രണ്ടാമത്തെ മോഡലിൽ പറഞ്ഞത് A% വർദ്ധിപ്പിച്ചു, അതിനുശേഷം B% കുറച്ചു, അല്ലേ? ഇവിടെ നോക്കിയേ, A% അല്ലെങ്കിൽ 20% വർദ്ധിപ്പിച്ചു, വീണ്ടും എന്ത് ചെയ്തു? 10% കൂടി വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റി ഒന്ന് എഴുതാം ഇക്വേഷൻ്റെ രൂപത്തിൽ. എന്താ പറഞ്ഞാൽ, ഒരു സംഖ്യയുടെ A% വർദ്ധിക്കുകയും പിന്നീട് B% വീണ്ടും വർദ്ധിക്കുകയും ചെയ്താൽ, A% വർദ്ധിപ്പിച്ചു, B% വീണ്ടും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സംഖ്യയിൽ A+B+AB/100ൻ്റെ മാറ്റമുണ്ടാകും. കഴിഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? A-B-AB/100 ആയിരുന്നു. ഇവിടെ രണ്ട് സൈഡും എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നത്. രണ്ട് സൈഡ് ആദ്യം വർദ്ധിപ്പിച്ചു, വീണ്ടും വർദ്ധിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? മൈനസ് എല്ലാം മാറിയിട്ട് എന്ത് വരും? ഇവിടെ പ്ലസ് വരും. A+B+AB/100ൻ്റെ മാറ്റമുണ്ടാകും. ഓക്കെ ആണോ? നോക്കാം. ഇവിടെ A എന്ന് പറയുന്നത് 20 B എന്ന് പറയുന്നത് 10. അങ്ങനെയാണെങ്കിൽ 20 + 10 + 20 × 10/100 എത്ര കിട്ടും? 20 + 10 + 2 32 എന്ന് കിട്ടും. എത്ര കിട്ടും? 32% എന്ന് കിട്ടും. ഓപ്ഷൻ എ. മനസ്സിലായോ? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, ഒരു സംഖ്യയുടെ A% വർദ്ധിപ്പിക്കുകയും പിന്നീട് B% വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്താൽ സംഖ്യയിൽ A+B+AB/100ൻ്റെ മാറ്റമുണ്ടാകും. പഠിച്ചു വെച്ചേക്കുക. കഴിഞ്ഞ കണക്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യം A% വർദ്ധിപ്പിച്ചു, പിന്നീട് B% കുറച്ചു കഴിഞ്ഞാൽ A-B-AB/100. ഇവിടെ 2% കൂട്ടി, അപ്പോൾ A+B+AB/100. ഓക്കെ. ഇനി സാധാരണ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ടി വിയുടെ വില നമുക്ക് ആദ്യം 100 എന്നെടുക്കാം. ടി വിയുടെ വില 100 എന്നെടുത്തു. അതിനുശേഷം ആദ്യമേ എന്ത് ചെയ്തു? 20% വർദ്ധിപ്പിച്ചു. 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20 രൂപ. അപ്പം 100ൻ്റെ 20% ആദ്യം വർദ്ധിപ്പിച്ചു. അന്നേരം ടി വിയുടെ വില 120 ആയി. വീണ്ടും ഡിമാൻഡ് കൂടിയപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും 10% കൂട്ടി. 120ൻ്റെ 10% കൂട്ടി. 120ൻ്റെ 10% എന്ന് വെച്ചാൽ 12 രൂപ. 12 രൂപ വീണ്ടും കൂട്ടിയപ്പോൾ വില എന്തായിട്ട് മാറി? 132 രൂപയായിട്ട് മാറി. അപ്പോൾ ആദ്യമേ ടി വിയുടെ വില 100 രൂപയായിരുന്നു. ഇപ്പോൾ അത് 132 മാറി. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് കൂടിയത്? 32 രൂപ കൂടി, അല്ലേ? അല്ലെങ്കിൽ 32% കൂടി, വില കൂടി. ഓക്കെ ആണോ? വേറൊരു കണക്ക് ചെയ്തു നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളം 20% വർദ്ധിപ്പിക്കുകയും വീതി 10% വർദ്ധിപ്പിക്കുകയും ചെയ്താൽ വിസ്തീർണത്തിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ടാകും? അപ്പം നീളവും കൂടി, വീതിയും കൂടി, അല്ലേ? രണ്ടിലും വർധനവാണ് ഉണ്ടായതെങ്കിൽ എന്താ നമ്മുടെ ഇക്വേഷൻ? A+B+AB/100. രണ്ട് സൈഡും വർധനവാണ് ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും? A+B+AB/100. എത്ര കിട്ടും? ഇവിടെ A എന്ന് പറയുന്നത് 20, B എന്ന് പറയുന്നത് 10. 20 + 10 + 20 × 10/100, അല്ലേ? ആൻസർ എത്ര കിട്ടും? 32 എന്ന് കിട്ടും. എത്ര? 32. അപ്പോൾ 32% വ്യത്യാസമാണ് ഏരിയയിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വിസ്തീർണത്തിൽ ഉണ്ടാകുന്നത്. ഇത് അടുത്ത കണക്കിലേക്ക് പോകാം. ഓക്കെ. രവിയുടെ വരുമാനം ആദ്യം 20%-വും പിന്നീട് 5%-വും വർദ്ധിപ്പിച്ചു. രണ്ടും വർധനവാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ രവിയുടെ വരുമാനത്തിൽ എത്ര ശതമാനത്തിൻ്റെ വർധന ഉണ്ടാവും? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? A+B+AB/100. ഓക്കെ. രണ്ടും വർധനവാണ് ഉണ്ടായെങ്കിൽ A+B+AB/100 എത്ര കിട്ടും? 20 + 5 + 20 × 5/100. ഓക്കെ. എത്ര കിട്ടും? 20 + 5 25. 25 + 20 × 5 100 എന്ന് കിട്ടും, അല്ലേ? 100/100 1 എന്ന് കിട്ടും. ദെൻ 25 + 1 26. അപ്പോൾ 26% മാറ്റമാണ് ഉണ്ടായത്. മനസ്സിലായോ?
ഓക്കെ ആണോ? രവിയുടെ വരുമാനത്തെ നമുക്ക് 100 എന്നെടുത്ത് കഴിഞ്ഞാൽ ആദ്യം 20% കൂട്ടി അല്ലേ, എന്ന് വെച്ചാൽ 20 രൂപ കൂട്ടി, അപ്പോൾ 120 രൂപയായി. പിന്നീട് എന്ത് ചെയ്തു, ഈ 120ൻ്റെ 5% വീണ്ടും കൂട്ടി അല്ലേ. 120ൻ്റെ 5% എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 120ൻ്റെ 5% എന്ന് വെച്ചാൽ 6 രൂപ വീണ്ടും കൂട്ടി, അപ്പോൾ 126 ഇപ്പോൾ എത്ര രൂപ കൂടി? ആദ്യം 100 ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 126 അതിനർത്ഥം 26% കൂടി. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഇപ്പോൾ ഇതുവരെ പഠിച്ചു. ആദ്യമേ ഒരു സംഖ്യയുടെ x% വർദ്ധിക്കുകയും പിന്നീട് x% കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ സംഖ്യയിൽ x²/100ൻ്റെ മാറ്റമുണ്ടാവും. രണ്ടാമത്തെ മോഡൽ എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ a% വർദ്ധിപ്പിക്കുകയും പിന്നീട് b% കുറയ്ക്കുകയും ചെയ്തു. ഒന്ന് വർദ്ധിപ്പിച്ചു, ഒന്ന് കുറച്ചു. അപ്പോൾ എന്ത് ചെയ്തു? സംഖ്യയിൽ a - ab/100ൻ്റെ മാറ്റമുണ്ടായി. മൂന്നാമത്തെ മോഡൽ എന്താ പഠിച്ചത്? ഒരു സംഖ്യയുടെ a% കൂട്ടുകയും പിന്നീട് b% വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്താൽ a+b+ab/100ൻ്റെ മാറ്റമുണ്ടാകും. ഓക്കെ, ക്വസ്റ്റ്യനെല്ലാം ഒന്ന് എഴുതി നോക്കാം. എന്താ ഫസ്റ്റ് മോഡൽ എന്താ പറഞ്ഞത്? ഒരു സംഖ്യയുടെ x% വർദ്ധിപ്പിച്ചു, അതിനുശേഷം x% എന്ത് ചെയ്തു? കുറച്ചു. അങ്ങനെയാണെങ്കിൽ സംഖ്യയിൽ x²/100ൻ്റെ കുറവുണ്ടാകും. അതെപ്പോഴും പഠിച്ചു വെച്ചാൽ x²/100ൻ്റെ കുറവുണ്ടാകും. ഇനി നോക്കിയേ, ഒരു സംഖ്യയുടെ a% കൂട്ടുകയും b% കുറയ്ക്കുകയും ചെയ്തു. കണ്ട, ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സംഖ്യയിൽ a-b-ab/100ൻ്റെ മാറ്റമുണ്ടാകും. ഓക്കെ, അടുത്ത മോഡൽ എന്താ പഠിച്ചേ? ഒരു സംഖ്യയുടെ a% കൂട്ടുകയും പിന്നീട് വീണ്ടും b% കൂട്ടുകയും ചെയ്താൽ ഇവിടെ രണ്ടും വർധനവാണ് ഉണ്ടായതെങ്കിൽ a+b+ab/100ൻ്റെ മാറ്റമുണ്ടാകും. ഓക്കെ, നമ്മൾ പഠിച്ച 3 മോഡൽ.